BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. മട്ടാഞ്ചേരി ബോട്ട് ജെട്ടി നവീകരണം, ഡ്രെഡ്ജിങ്ങിൽ കൃത്രിമം, നാട്ടുകാർ ജോലി തടഞ്ഞു. കായലിൽ നിന്ന് കോരിയെടുത്ത ചെളി കായലിൽ തന്നെ കലക്കി കളയുന്ന കരാറുകാരന്റെ പ്രവൃത്തി നാട്ടുകാർ തടഞ്ഞു. മട്ടാഞ്ചേരി ബോട്ട് ജെട്ടി നവീകരണത്തിന്റെ ഭാഗമായാണ് ജെട്ടിയോട് ചേർന്നുള്ള ഭാഗത്ത് ആഴം കൂട്ടുന്നതിനായി ഡ്രെഡ്ജിംഗ് നടപടികൾ ആരംഭിച്ചത്. കരാർ പ്രകാരം ജെട്ടിയുടെ പരിധിയിൽ നിന്ന് കോരിയെടുക്കുന്ന ചെളി ബാർജിൽ കയറ്റി ദൂരെ കളയണമെന്നാണ്. എന്നാൽ ബാർജില്ലാത്ത രണ്ട് ഫ്ലോട്ടിംഗ് മണ്ണ് മാന്തി യന്ത്രങ്ങൾ ഉപയോഗിച്ച് ചളി കോരിയെടുത്ത് കായലിൽ തന്നെ ഒരിടത്ത് കോരി മറുഭാഗത്ത് കലക്കി കളയുന്ന രീതിയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നത്. ഇത് കണ്ടെത്തിയ നാട്ടുകാരാണ് ജനകീയ സമിതി കൺവീനർ A. ജലാലിന്റെ നേതൃത്വത്തിൽ പ്രവൃത്തികൾ തടഞ്ഞത്. തുടർന്ന് കരാറുകാരന്റെ പ്രതിനിധിയെത്തി നാട്ടുകാരുമായി സംസാരിച്ചു. ബുധനാഴ്ച മുതൽ കോരിയെടുത്ത ചെളി കളയാൻ ബാർജ് കൊണ്ടുവരുമെന്ന് ഉറപ്പു നൽകുകയായിരുന്നു. 6 വർഷത്തോളമായി മട്ടാഞ്ചേരി ബോട്ട് ജെട്ടിയിൽ നിന്നുള്ള സർവീസ് നിലച്ചിരിക്കുകയാണ്. ഇതിനിടെയാണ് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. ഇഴഞ്ഞു നീങ്ങിയ ജെട്ടിയുടെ നവീകരണം പൂർത്തീകരിച്ചിട്ട് 6 മാസത്തോളം കഴിഞ്ഞെങ്കിലും ജെട്ടിക്ക് സമീപം എക്കലും ചെളിയും അടിഞ്ഞതിനാൽ ബോട്ട് അടുപ്പിക്കാനാവാത്ത അവസ്ഥയായിരുന്നു. ഇതിന് പരിഹാരമായാണ് ഡ്രെഡ്ജിംഗ് നടപടി തുടങ്ങിവെച്ചത്. നിരത്തുകളിൽ അപകട പരമ്പര തീർത്ത് ഗതാഗതക്കുരുക്ക്. നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും റോഡുകളിലാണ് ഗതാഗതക്കുരുക്ക് രൂക്ഷം. കുരുക്ക് മറികടക്കാനും സമയം തെറ്റാതെ ലക്ഷ്യസ്ഥാനത്തെത്താനുമുള്ള ഡ്രൈവർമാരുടെയും യാത്രികരുടെയും ശ്രമമാണ് പലപ്പോഴും നിരത്തുകൾ കുരുതിക്കളമാകാൻ കാരണം. റോഡുകളുടെ ശോചാവസ്ഥയും മഴയുമെല്ലാം രൂക്ഷത വർദ്ധിപ്പിക്കുകയാണ്. കൊച്ചി നഗരത്തിലെ ഗതാഗതക്കുരുക്ക് വർഷങ്ങളായി തുടരുന്ന തലവേദനയാണ്. കൊച്ചി മെട്രോ, ജലമെട്രോ അടക്കം പുതിയ ഗതാഗത സംവിധാനങ്ങളുടെയും വൈറ്റ്ല, പാലാരിവട്ടം മേൽപ്പാലങ്ങളുടെയും വരവോടെ ഇതിന് പരിഹാരമാകുമെന്നായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ കുരുക്ക് കൂടുതൽ മുറുകുകയാണ് ചെയ്തത്. തിരക്കേറിയ രാവിലെയും വൈകിട്ടും ഉത്സവ സീസണിലും നഗരം തിരക്കിലും കുരുക്കിലും വീർപ്പുമുട്ടും. വാഹനം ഒരു പോയിന്റ് കടക്കണമെങ്കിൽ പോലും മണിക്കൂറുകൾ എടുക്കും. ഇടപ്പള്ളി മുതൽ അരൂർ വരെയും ഹൈക്കോടതി മുതൽ കാക്കനാട് വരെയും MG റോഡ് മുതൽ തിരുവാങ്കുളം വരെയും കുരുക്കൊഴിയുന്ന നേരം ചുരുക്കമാണ്. കുരുക്ക് മറികടക്കാനുള്ള വാഹനങ്ങളുടെ ശ്രമമാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാകുന്നത്. കഴിഞ്ഞ ദിവസം മാടവനയിൽ കല്ലട ബസ് അപകടം സൃഷ്ടിച്ചതിന് പിന്നിൽ ഗതാഗത കുരുക്കിൽ നഷ്ടപ്പെട്ട സമയം തിരികെ പിടിക്കാനായി അമിത വേഗത്തിൽ ഓടിയതാണ്. അപകടത്തിൽ ബൈക്ക് യാത്രികർ മരിക്കുകയും നിരവധി ബസ് യാത്രികർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. നഗരത്തിൽ ഈ രീതിയിൽ സ്വകാര്യ ബസ്സുകളടക്കം സൃഷ്ടിക്കുന്ന അപകടങ്ങൾ ചെറുതല്ല. അപകടങ്ങൾക്ക് പുറമെ ഡ്രൈവർമാർ തമ്മിൽ സംഘർഷവും പതിവ് കാഴ്ചയാണ്. നിരത്തുകളിൽ യാതൊരുവിധ നിയന്ത്രണങ്ങളും ഇല്ലാത്തത് ഇവർക്ക് തുണയാകുന്നുണ്ട്. ഗതാഗത നിയന്ത്രണത്തിന് മിക്കപ്പോഴും പോലീസ് അധികൃതരെ കാണാനില്ലെന്നും ആക്ഷേപമുണ്ട്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലെ നവീകരണ പ്രവൃത്തികളാണ് കുണ്ടന്നൂർ മുതൽ നേര്യമംഗലം വരെ ദുരിതമാകുന്നതെങ്കിൽ ജലജീവൻ മിഷൻ പദ്ധതിയുടെ നിർമ്മാണ പ്രവൃത്തികളാണ് ആലുവ, പെരുമ്പാവൂർ പ്രദേശങ്ങളിൽ പ്രശ്നം സൃഷ്ടിക്കുന്നത്. കാലവർഷം കൂടി ആരംഭിച്ചതോടെ പലയിടങ്ങളിലും നിരത്തുകൾ സഞ്ചാരയോഗ്യമല്ലാതായി. നഗരത്തിലെ കുരുക്കിന് പുറമെ ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം വിവിധ നിർമ്മാണ പ്രവൃത്തികളുടെ പേരിൽ ഗതാഗതം സുഖകരമല്ലാത്ത സ്ഥിതിയാണ്. ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും തമ്മിൽ ഏകോപനമില്ലാത്തതിനാൽ പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല. വകുപ്പുകളാകട്ടെ പരസ്പരം പഴിചാരിക്കൊണ്ടിരിക്കുന്നതല്ലാതെ നടപടിയൊന്നും തന്നെ സ്വീകരിക്കുന്നില്ല. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. കച്ചേരി താഴത്തെ ബാറിന് സമീപം യുവാവ് കൊല്ലപ്പെട്ട സംഭവത്തിൽ പിടിയിലായ പ്രതികളെ മൂവാറ്റുപുഴ കോടതി റിമാൻഡ് ചെയ്തു. ശനിയാഴ്ച രാത്രി 11 നഗരത്തിലെ ജനതാ ബാറിന് സമീപമുണ്ടായ അടിപിടിയിൽ പുല്ലുവഴി കാൽപ്പടിക്കൽ ശബരിലാൽ കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പിടിയിലായ ഏനാലറോ തൃപ്പുരത്ത് വാടകയ്ക്ക് താമസിക്കുന്ന ദീപുമോൻ, തോട്ടഞ്ചേരിയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ടോജി തോമസ്, തോട്ടഞ്ചേരി, മുന്തിരിങ്ങാട് അൻഷിബി എന്നിവരെയാണ് റിമാൻഡ് ചെയ്തത്. രാത്രി ബാറിലെത്തിയ ശബരിബാലും പ്രതികളും തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നും പോലീസ് പറഞ്ഞു. പ്രതികളെ ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. വൻ സുരക്ഷയിലാണ് പ്രതികളെ തെളിവെടുപ്പിനായി എത്തിച്ചത്. ശബരിബാലിനെയും മർദ്ദിച്ചതും കാർ രക്ഷപ്പെട്ടതും പ്രതികൾ വിവരിച്ചു. കരിമുകൾ ചിത്രപ്പുഴ റോഡിലും കരിമുകൾ ബ്രഹ്മപുരം റോഡിലുമായി നിൽക്കുന്ന ഫാക്ട് മതിൽ യാത്രക്കാർക്ക് ഭീഷണിയാകുന്നു. കരിമുകൾ മുതൽ കൂഴിക്കാട് വരെ 3 കിലോമീറ്ററിലധികം പ്രദേശങ്ങളിൽ റോഡിനോട് ചേർന്ന മതിലാണ്. കരിമുകൾ മുതൽ ബ്രഹ്മപുരം വരുന്ന 4 കിലോമീറ്ററോളം വരുന്ന പ്രദേശങ്ങളിലും മതിലാണ്. വളരെ പഴക്കം ചെന്ന ഈ മതിൽ ഏത് സമയത്തും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത മഴയിൽ മതിലിന്റെ ചില ഭാഗങ്ങൾ ഇടിഞ്ഞിട്ടുണ്ട്. തുടർച്ചയായി മഴ പെയ്താൽ മറ്റു ഭാഗങ്ങളും ഏത് സമയവും ഇടിയും. 100 കണക്കിന് വാഹനങ്ങൾ കടന്നു പോകുന്ന റോഡിനോട് ചേർന്നായതിനാൽ വൻ അപകടത്തിനും സാധ്യതയുണ്ട്.
റോഡിൽ പല ഭാഗത്തും വെള്ളക്കെട്ടുണ്ടാകുന്നതും മതിലിന്റെ തകർച്ചയ്ക്കും കാരണമാകുന്നുണ്ട്. കഴിഞ്ഞ വർഷക്കാലത്ത് മതിലിന്റെ പല ഭാഗങ്ങളും ഇടിഞ്ഞിരുന്നു. ഇടിഞ്ഞ ഭാഗം മാത്രമാണ് പിന്നീട് കെട്ടുന്നത്. അതിനാൽ പിന്നീട് ഏത് സമയത്തും മറ്റ് ഭാഗങ്ങളും ഇടിയുന്നതും കാണാം. നിരവധി വളവുകൾ നിറഞ്ഞതാണ് ബ്രഹ്മപുരം റോഡ്. നിരന്തരം വാഹന അപകടങ്ങളും ഇവിടെ പതിവാണ്. ഒരു വർഷത്തിനുള്ളിൽ ഇരുചക്ര വാഹന യാത്രകൾ ഉൾപ്പെടെ നിരവധി പേർ മരണപ്പെട്ടു. ഈ റോഡിലും മഴ ശക്തമായതോടെ മതിലിന്റെ ചില ഭാഗങ്ങൾ ഇടിഞ്ഞു കിടക്കുകയാണ്. കിലോമീറ്ററുകൾ വ്യാപിച്ചു കിടക്കുന്ന ഈ വലിയ മതിൽ പൊളിച്ച് പുതിയ മതിൽ നിർമ്മിക്കണമെന്നാണ് നാട്ടുകാർ പറയുന്നത്. മാത്രവുമല്ല, ഇത് അതീവ സുരക്ഷാ മേഖലയുമാണ്. വടക്കൻ ചെല്ലാന മേഖലയിൽ ശക്തമായ കടൽക്കയറ്റം. നൂറുകണക്കിന് വീടുകളിലേക്ക് വെള്ളം കയറി. കനത്ത മഴയ്ക്കൊപ്പം കടൽക്കയറ്റം കൂടിയായതോടെ തീരവാസികൾ കൊടും ദുരിതത്തിലായി. ചൊവ്വാഴ്ച ഉച്ചയോടെയാണ് കരയിലേക്ക് തിരമാലകൾ കയറി തുടങ്ങിയത്. വൈകിട്ട് വേലിയേറ്റ സമയത്ത് കടൽ കൂടുതൽ ശക്തമായി. കടൽഭിത്തിക്ക് മുകളിലൂടെ തിരമാലകൾ തീരത്തേക്ക് കുതിച്ചെത്തി. ഇതോടെ തീരത്തോട് ചേർന്ന നൂറുകണക്കിന് വീടുകളിലേക്കാണ് വെള്ളം ഇരച്ചു കയറിയത്. റോഡിലേക്കും വെള്ളം കുത്തിയൊലിച്ചു. റോഡുകൾ വെള്ളത്തിലായതോടെ ഗതാഗതവും തടസ്സപ്പെട്ടു. ടെട്രോപോഡ് കടൽഭിത്തികൾ സ്ഥാപിച്ച ചെല്ലാനം ഹാർബർ മുതൽ പുത്തൻതോട് വരെ കടൽക്കയറ്റം അനുഭവപ്പെട്ടെങ്കിലും കണ്ണമാലി മുതൽ സൗദി വരെ ഭാഗത്ത് മുമ്പില്ലാത്ത വിധം കടൽക്കയറ്റം രൂക്ഷമായി അനുഭവപ്പെട്ടു. കണ്ണമാലി, ചെറിയ കടവ്, കമ്പനിപ്പടി, ശ്രീരാമക്ഷേത്ര പരിസരം, വാട്ടർ ടാങ്ക്, പോലീസ് സ്റ്റേഷൻ ഭാഗങ്ങളിൽ കടലാക്രമണം രൂക്ഷമായിരുന്നു. ബുധനാഴ്ച രാത്രി അങ്കമാലി ടൗണിൽ വെച്ചും വ്യാഴാഴ്ച പുലർച്ചെ നെടുമ്പാശ്ശേരി കരിയാട് വളവിൽ വെച്ചും വൻ രാസലഹരി ശേഖരം പോലീസ് പിടികൂടി. വ്യാഴാഴ്ച പുലർച്ചെ 350 ഗ്രാം MDMA-യും 1/2 കിലോഗ്രാം LSD സ്റ്റാമ്പുമായാണ് പിടികൂടിയത്. രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ദേശീയപാത കരിയാട് വളവിൽ വാഹന പരിശോധന നടത്തുകയായിരുന്ന പോലീസാണ് കാറിൽ കടത്തുകയായിരുന്ന രാസലഹരി പിടികൂടിയത്. ആലുവ കുട്ടമശ്ശേരി സ്വദേശിയായ യുവാവാണ് പിടിയിലായത്. പോലീസിനെ വെട്ടിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും സാഹസികമായി പിടികൂടുകയായിരുന്നു. പോലീസ് പരിശോധന തുടരുകയാണ്. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.